ഇന്നത്തെ യാത്രയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ഇന്നത്തെ യാത്രയും പതിവ് പോലെ ജപ്പാന്റെ കാഴ്ചകൾ തന്നെയാണ്. ഇന്ന് കാഴ്ചകൾ തീരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇന്നൊരു ചെറിയ യാത്രയിലാണ്, വളരെ ചെറിയ യാത്രയാണ്. അതെ, നമ്മളിന്ന് കമുകറയിൽ തന്നെയാണ്. അവിടെയുള്ള ഒരു ചെറിയ കാഴ്ചയിലേക്കാണ് പോകുന്നത്. കാഴ്ച ചെറുതല്ല കേട്ടോ, കുറച്ച് വലിയ കാഴ്ച തന്നെയാണ്. പക്ഷെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണെന്ന് പറയാതെ വയ്യ. നമ്മൾ കമുകറയിൽ നിന്ന് നമുക്ക് മുന്നിൽ പോകുന്ന ഈ ടൂറിസ്റ്റുകളെല്ലാം പോകുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതെ, എല്ലാവരും പോകുന്ന ഈ സ്ഥലത്തേക്കും ഐക്കോണിക് സൈറ്റാണിത്. ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്ഷനാണ്. അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു വലിയ കാഴ്ചയുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ മൊണാസ്ട്രി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി. ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ വലിയൊരു ഗാർഡൻ ഉണ്ട്, പറയാതെ വയ്യ. നിറയെ പൂക്കളുള്ള, നിറയെ തണൽ വിരിച്ച വഴികളുള്ള ഒരു ഗാർഡൻ. നിറയെ ഹൈഡ്രാഞ്ചി ഫ്ലവർ ഉണ്ട് കേട്ടോ, പല കളറിലുണ്ട്. ഭയങ്കര നല്ല അനുഭവമായിരുന്നു. നമ്മളിന്ന് പോകുന്നത് ഡൈബുട്സു എന്ന് പറഞ്ഞൊരു ബുദ്ധ പ്രതിമ കാണാനായിട്ടാണ്. ജപ്പാനിലെ രണ്ടാമത്തെ വലിയ ഇരിക്കുന്ന ബുദ്ധ പ്രതിമയാണിത്. ഏകദേശം 11.3 മീറ്റർ ടോളും 121 ഹൈറ്റ് വെയിറ്റും വരുന്ന ഒരു പ്രതിമയാണിത്. ആ ഒരു പ്രതിമ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കൗണ്ട്ലെസ് ആയിട്ടുള്ള സ്റ്റോംസ്, ഫയർ വാർ, സുനാമി ഒക്കെ അതിജീവിച്ചൊരു പ്രതിമയാണ്. അങ്ങനെ ഒരു പ്രതിമ നമ്മൾ കാണണ്ടേ? അതെ, അതിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഈ മൊണാസ്ട്രിക്കുള്ളിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിരുന്നു കേട്ടോ. അത് പറയാതെ വയ്യ. തങ്കത്തിനെ എല്ലാം ഉൾപ്പെടുത്തിയൊരു ഫോട്ടോസ് നമ്മൾ എടുത്തിരുന്നു. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു പാസ്സൊക്കെ എടുത്തിട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധ പ്രതിമ കാണാൻ, ഗ്രേറ്റ് ബുദ്ധ കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ കാഴ്ചകൾക്ക് കാത്തിരിക്കുക. ഞങ്ങളോടൊപ്പം സ്റ്റേ ട്യൂൺ.